കോട്ടയം കണ്ണിമലയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റു. വാഹനം കുഴിയിലേക്ക് മറിയാതിരുന്നതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. ഗുഡ് മോർണിംഗ് എസ്കെയിൻ. പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കണ്ണമലയിൽ കുത്തിറക്കം ഇറങ്ങി വരുന്നതിനിടയിൽ വളവ് തിരിക്കാൻ കഴിയാതെ ഈ സ്പീഡ് ബ്രേക്കറായിട്ട് താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടി അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വെച്ച ഭാഗങ്ങളടക്കം ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് വാഹനം പോവുകയായിരുന്നു. ഇത് സത്യത്തിൽ ഒരു സേഫ് സോൺ ആണ്. അതായത് ശബരിമലയിലെ പമ്പ മുതൽ ഈ റോഡ് മുഴുവൻ സേഫ് സോൺ ആയിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സമയത്ത് തീർത്ഥാടന സമയത്ത് 5 മിനിറ്റ് ഇടവേളയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെയോ പോലീസിന്റെയോ ഒരു ആംബുലൻസിന്റെയോ സേവനം ഈ ഭാഗത്തുണ്ടാകും എന്നുള്ളതാണ് സേഫ് സോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഈ സംഭവം ഉണ്ടായി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഒരു ആംബുലൻസ് അവിടേക്ക് എത്തുന്നത്. അതും എരുമേലിയിൽ നിന്ന് ആംബുലൻസ് എത്തേണ്ടി വന്നു എന്നുള്ള ഒരു ആരോപണം അവിടെ നിലനിൽക്കുന്നുണ്ട്. വിവരം അറിയാനോ അറിയിക്കാനോ മറ്റ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളോ ദിശാനിർദ്ദേശ ബോർഡുകളോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാഹനത്തിലുണ്ടായിരുന്നവർ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. എരുമേലിയിൽ നിന്ന് ആംബുലൻസ് എത്തിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്താൻ സഹായിച്ചത്. മാത്രമല്ല, ഈ കുത്തിറക്കം തുടങ്ങുന്നതിന് തൊട്ട് മുകൾ ഭാഗത്ത് ഒരു പോലീസുകാർ ഉണ്ട്, അവരുടെ സാന്നിധ്യമുണ്ട്. പക്ഷെ അവരാരും ഈ വിവരം അറിഞ്ഞില്ല എന്ന കാര്യം കൂടി പറയുന്നു. നമുക്ക് ആ ദൃശ്യം കണ്ട മനസ്സിലാവും. ആ ബ്രേക്കർ ഇടിച്ച് താഴത്തേക്ക് പോയതിനു ശേഷം ബസ് അവിടെ നിന്ന് ആടുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ അപകടകരമായ രീതിയിലേക്ക് പോയിരുന്നെങ്കിൽ, ബസ് അങ്ങോട്ട് മറിഞ്ഞു പോയിരുന്നെങ്കിൽ ഇതൊരു വലിയ ദുരന്തമായി തന്നെ മാറിയേനെ. എന്താണെങ്കിലും അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ അധികൃതരുടെ ഭാഗത്തുനിന്ന്, സേഫ് സോണിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു അശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ തീർത്ഥാടക സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടത്.